സംഖ്യാപുസ്തകം അധ്യായം 24. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലെയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെപ്പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ചു. ബിലെയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്: ബെയോരിൻ്റെ മകനായ ബിലെയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്: യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലെ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനം പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അവൻ്റെ തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നു. അവൻ്റെ വിത്തിന് വെള്ളം ധാരാളം. അവൻ്റെ അരജൻ ആഗാഗിലും ശ്രേഷ്ഠൻ. അവൻ്റെ രാജത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്കെ തന്നെ. ആർ അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ബാലാക്കിൻ്റെ കോപം ബിലെയാമിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ച് ബിലെയാമിനോട്: എൻ്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്കത്രേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലെയാം ബാലാക്കിനോട് പറഞ്ഞത്: ബാലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എൻ്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയതെന്തെന്നാൽ: ബെയോരിൻ്റെ മകൻ ബിലെയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അത്യുന്നതൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നത്: ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും. ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിൻ്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമുലപുത്രന്മാരെയൊക്കെയും സംഹരിക്കുകയും ചെയ്യും. എദോം ഒരു അധീനദേശമാകും, ശത്രുവായ സെയീരും അധീനദേശമാകും. ഇസ്രായേലോ വീര്യം പ്രവർത്തിക്കും. യാക്കോബിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. ഒഴിഞ്ഞുപോയവരെ അവൻ നഗരത്തിൽ നിന്ന് നശിപ്പിക്കും. അവൻ അമാലേക്കിനെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: അമാലേക്ക് ജാതികളിൽ മുമ്പൻ, അവൻ്റെ അവസാനമോ നാശമത്രേ. അവൻ കേന്യരെ നോക്കി സുഭാഷിതം ചൊല്ലിയത്: നിന്റെ നിവാസം ഉറപ്പുള്ളത്, നിന്റെ കൂട് പാറയിൽ വച്ചിരിക്കുന്നു. എങ്കിലും കേന്യന് നിർമൂലനാശം ഭവിക്കും. അശൂർ നിന്നെ പിടിച്ചുകൊണ്ടു പോവാൻ ഇനി എത്ര? പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്: ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആർ ജീവിച്ചിരിക്കും? കിത്തീം തീരത്തു നിന്ന് കപ്പലുകൾ വരും. അവ അശൂരിനെ താഴ്ത്തും, ഏബെരിനെയും താഴ്ത്തും. അവനും നിർമൂലനാശം ഭവിക്കും. അതിൻ്റെ ശേഷം ബിലെയാം പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ബാലാക്കും തൻ്റെ വഴിക്ക് പോയി.